നമസ്കാരം. എമിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരദേശത്ത് അനധികൃത മണൽ ഖനനം നടത്തിയ വാഹനങ്ങളെയും ഡ്രൈവർമാരെയും മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരയാമുട്ടം വിവേകാനന്ദ സ്നേഹ കേന്ദ്രത്തിന്റെ 4ാം വാർഷികവും അവാർഡ് വിതരണവും കേരള ഹൈക്കോടതി ജസ്റ്റിസ് CK അബ്ദുൾ റഷീം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്തിലെ NREG വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തീരദേശത്ത് അനധികൃത കരമണൽ ഖനനം നടത്തിയ വാഹനങ്ങളെയും ഡ്രൈവർമാരെയും മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാമക്കാല ആയുർവേദ ആശുപത്രിക്ക് പടിഞ്ഞാറ് ഭാഗം കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കരമണൽ ഖനനം നടത്തിയിരുന്ന JCBയും ടിപ്പറുമാണ് കസ്റ്റഡിയിലെടുത്തത്. JCB ഡ്രൈവർ ശ്രീനാരായണപുരം സ്വദേശി നിഷാദിനെയും ടിപ്പർ ലോറി ഡ്രൈവർ പെരിബസാർ സ്വദേശി നിലാഫിനെയും കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാവിലെ മുതലാണ് തീരദേശത്ത് അനധികൃതമായി കരമണൽ ഖനനം നടന്നത്. പ്രദേശത്തെ ഭരണ കമ്മിറ്റിയിൽപ്പെട്ട നേതാവിന്റെ പിൻബലത്തിൽ നിരവധി വാഹനങ്ങളിൽ കരമണൽ കടത്തിക്കൊണ്ടുപോയത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഇത് തടയാനെത്തിയത്. എടത്തിരുത്തി, വലപ്പാട് പഞ്ചായത്തുകൾ കൂടിച്ചേരുന്ന അറപ്പത്തോട് പരിസരത്ത് സംഘർഷാവസ്ഥയുണ്ടാകുമെന്ന വിവരം അറിഞ്ഞതോടെ മതിലകം SI D മിഥുന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി. അനധികൃതമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കുഴിച്ചെടുത്ത കരമണൽ JCB ഉപയോഗിച്ച് നികത്തുകയും ചെയ്തു. തുടർന്നാണ് വാഹനങ്ങളെയും ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടെ തീരദേശ സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് വ്യവസായ പ്രമുഖനും ഭരണപക്ഷത്തെ പ്രമുഖരും ചേർന്ന് തീരദേശത്ത് നിന്ന് വ്യാപകമായി കരമണൽ ഖനനം നടത്തിയതെന്ന ആക്ഷേപവും തീരദേശത്ത് ശക്തമായിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും ഇഫ്താർ സംഗമവും നടന്നു. പുതിയകാവ് ഇൽഫത്തുൽ ഇസ്ലാം ഓഡിറ്റോറിയത്തിൽ നടന്ന ശിഹാബ് തങ്ങൾ അനുസ്മരണം SYS തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മൗലവി വെൺമേനാട് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഞാൻ ബഹുമാനിക്കുന്ന 2 വ്യക്തികളാണ്. അത് എന്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ പ്രസംഗം കേട്ട് എനിക്കെതിരെ നടപടിയെടുത്താൽ പോലും എനിക്ക് പ്രശ്നമല്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു, എന്റെ പാർട്ടി ഞാനത് മാറ്റി വെച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എനിക്ക് ഏറെ സ്നേഹമുള്ള 2 വ്യക്തിത്വങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല. BJPയുടെ മണ്ഡലം സെക്രട്ടറിയായിരുന്നു, നാട്യ നിയമത്തിന്റെ. അയാൾ പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് ബാൽതാക്കറെ, അയാളുടെ അഭിപ്രായം. ഒന്ന് ബാൽതാക്കറായിരുന്നു മഹാരാഷ്ട്രയിൽ. രണ്ടാമത്തേത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളാണെന്ന് എന്റെ പാർട്ടിക്കാരും കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പോലീസുകാരടക്കമുള്ളവർ ചാനലുകാരും ഒക്കെ ഉള്ളപ്പോ അവിടെ അദ്ദേഹം പ്രസംഗിച്ചു. ഞാനത് കേട്ടാണ്. സ്വാഗത സംഘം ചെയർമാൻ VM അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ CA അഷ്റഫ് മൗലവി, VK മുഹമ്മദ് റാഫി, EP കമറുദ്ദീൻ, SK ഹാഷിംകോയ തങ്ങൾ, PB താജുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെ 4ാം വാർഷികാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സിവിൽ സർവീസ് റാങ്ക് ജേതാവിന് അനുമോദനവും നടന്നു. എടമുട്ടം ശ്രീനാരായണ ഹാളിൽ നടന്ന വാർഷികാഘോഷം കേരള ഹൈക്കോടതി ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടം കടന്നുപോയ ഇന്ത്യ സമഗ്രമായ എല്ലാ മേഖലകളിലും അനശ്യൂതമായ പുരോഗതി കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. വാണിജ്യ വ്യവസായിക മേഖലകളിൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ അനേകം നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കുകയാണ്. എടുത്തു പറയത്തക്ക വളർച്ച പ്രാപിച്ചിട്ടുള്ള മറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള അനേകം രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യ നേടിയ ആളുകളുടെ പ്രയത്നഫലം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് അവിശ്വക്തിയാണ്. ചടങ്ങിൽ വെച്ച് സിവിൽ സർവീസ് ജേതാവ് ശ്രേയ P സിംഗിനെ അനുമോദിച്ചു. TN പ്രതാപൻ MLA അധ്യക്ഷത വഹിച്ച വാർഷികാഘോഷത്തിൽ
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ, തിരുവനന്തപുരം സർവേ ഡയറക്ടർ MG രാജമാണിക്യം, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം പഞ്ചായത്തിലെ NREG വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം നടന്നു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന തിരിച്ചറിയൽ കാർഡിന്റെ വിതരണോദ്ഘാടനം CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ട ആളുകളാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ ചൂഷണങ്ങൾക്കിടവരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പാവപ്പെട്ട ആളുകളെയാണല്ലോ ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റും. കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ കേന്ദ്ര പദ്ധതി നടപ്പിൽ വരുത്താൻ ശ്രമിച്ചത് CPIM എന്ന പാർട്ടിയാണ് എന്ന് നിങ്ങൾക്കറിയാം. കേന്ദ്രത്തിൽ ഒരു ഘട്ടത്തിൽ ഇത് വേണ്ട എന്ന് വയ്ക്കുന്ന സ്ഥിതിയുണ്ട്. അന്ന് കേന്ദ്ര ഗവൺമെന്റിൽ CPIM-ന്റെ സഹായത്തോടു കൂടിയാണ് ഭരണം നടന്നിരുന്നത്. NREG വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് സുജിത സലീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MC ശശിധരൻ, NK രാമദാസ്, വൃന്ദ പ്രേംദാസ്, TV ചന്ദ്രൻ, AM സുബ്രഹ്മണ്യൻ, PK അറുമുഖൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി നയിക്കുന്ന പ്രചാരണ ജാഥയ്ക്ക് കയ്പമംഗലത്ത് സ്വീകരണം നൽകി. ആഗസ്റ്റ് 15 നടക്കുന്ന ഫ്രീഡം റാലിക്ക് മുന്നോടിയായാണ് പ്രചാരണ ജാഥ നടന്നത്. കയ്പമംഗലത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ് സംസാരിച്ചു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടന്റെ കോളനി വാഴ്ചയ്ക്ക് കീഴിൽ നരകയാതന അനുഭവിക്കേണ്ടി വന്ന ഒരു രാജ്യത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ വാർഷികം ആഘോഷിക്കുക അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. DYFI ഈ സ്വാതന്ത്ര്യ ദിനത്തെ കാണുന്നത് ഈ 6.5 പതിറ്റാണ്ട് കൊണ്ട് നമ്മളുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന് സാധാരണക്കാരന് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളും ഇവിടുത്തെ സമ്പന്ന ജനവിഭാഗത്തിന്റെ വരുമാനവും ആസ്തിയും വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തിയ നയസമീപനങ്ങളും സ്വീകരണ സമ്മേളനത്തിൽ TA മുസാഫർ, TA ഷെജീർ, KK ഷക്കീർ, PC മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശത്ത് അനധികൃത മണൽ ഖനനം നടത്തിയ വാഹനങ്ങളെയും ഡ്രൈവർമാരെയും മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരയാമുട്ടം വിവേകാനന്ദ സ്നേഹ കേന്ദ്രത്തിന്റെ 4ാം വാർഷികവും അവാർഡ് വിതരണവും കേരള ഹൈക്കോടതി ജസ്റ്റിസ് CK അബ്ദുൾ റഷീം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്തിലെ NREG വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.